തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തം നാം വാങ്ങിക്കണം. കർത്താവ് വാഗ്ദത്തം തന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രോമിസുണ്ട്, വാഗ്ദത്തമുണ്ട്. അത് നാം അവകാശപ്പെട്ട് ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ കൈനീട്ടി വാങ്ങണം. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഒന്നും ചെയ്യണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്നയാളുടെ പോകേണ്ട ആവശ്യമില്ല. അതും വേണ്ട. ഈ പറയുന്നതെല്ലാം ഒരു തരം ആത്മീയ വഞ്ചനകളാണ്. ആത്മീയത്തിൻ്റെ മുഖച്ഛായയുള്ള വഞ്ചനകളാണ്. അതിലൊന്നും നാം പെട്ടുപോകരുത്. നാം നിർമ്മല വചനം കേൾക്കുക. നിർമ്മല വചനം, നിഷ്കളങ്ക വചനം, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ അപ്പോഴാണ് ക്രിസ്തു വന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. നമ്മൾ മനസ്സ് വിമ്പിഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്, മനസ്സ് വീർപ്പുമുട്ടുന്ന കാര്യങ്ങളുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താ ആകമാനം ഒരു അസ്വസ്ഥത, ഒരു മുന്നോട്ട് പോകാനൊരു വഴി കാണുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കൂ. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സംഘത്തിന് 50-15. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കാം, നീ എന്നെ മഹത്വപ്പെടുത്തും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. The very present help in the time of trouble. God is my refuge and strength. He is the very present help in the time of trouble. നിൻ്റെ കഷ്ടതയിൽ ഞാൻ നിൻ്റെ അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങളിൽ സമുദ്രത്തിൽ വീണാലും, അതിൽ വെള്ളം ഇരച്ച് കലങ്ങിയാലും,
അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. എന്ത് സംഭവിച്ചാലും ഞാൻ പേടിക്കുകയില്ല. എന്തുകൊണ്ട്? ദൈവം സങ്കേതവും ബലവുമാണ്. ആ ബലമുള്ള കോട്ടയ്ക്കകത്താണ് നാം നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിലാണ് നിൽക്കുന്നത്. ഇത് നാം ആരിൽ നിന്നും ചോദിച്ച് മേടിച്ച് അറിയേണ്ട കാര്യമല്ല. നാം തന്നെ അനുഭവിക്കണം. വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയും, ഇത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ലൂക്കോസിന് ശേഷം 12-ാം അധ്യായത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. ആദ്യത്തെ പാരഗ്രാഫ്, അതിൽ ഒരു സ്ത്രീ പറയുന്നത്, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. വായിക്കും. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ടു പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ, ചില പുസ്തകത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും എന്നാണ്, ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവം പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരും. പ്രതിയോഗി പിശാചാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ ഒഴുകേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗി പിശാചാണ്. ഈ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. വിധവ പ്രാർത്ഥിക്കുകയാണ്. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. ഞാൻ വിധവയാണ്, ആണും തുണുമില്ല, ഞാൻ വിഷമിക്കുകയാണ്, എനിക്ക് വേണ്ടി വാക്ക് പറയാൻ ആരുമില്ല. പ്രതിയോഗി എന്നെ ഉപദ്രവിക്കുന്നു, അവൻ എന്നെ ശല്യപ്പെടുത്തുന്നു, അവൻ എന്നെ ഉപദ്രവിക്കുന്നു. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ന്യായം പാലിച്ചു തരണമേ. ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്. ന്യായാധിപൻ പക്ഷേ മനുഷ്യനല്ലേ. അദ്ദേഹത്തിന് ചിലപ്പോൾ പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് സന്മനസ് തോന്നിയില്ല എന്ന് വരാം. പല കാരണങ്ങളിൽ എന്തുവാകട്ടെ, ചിലപ്പോൾ പല ന്യായാധിപന്മാരും അങ്ങനെയൊക്കെയുള്ളൊരു കാണുമായിരിക്കും. വേദവസം പറയുന്നത് ആ ന്യായാധിപൻ ഏതായാലും കരുണ തോന്നിയില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? പ്രതിയോഗിയോട് പ്രതിക്രിയയും അവനെ ഒഴിവാക്കി തരും. സാത്താൻ ഒഴിവാക്കി തരും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിക്കാനാണ് കർത്താവ് വന്നത്. സ്തോത്രം. യെശയ്യാ 60-1 മുതൽ വായിക്കുക. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിക്കാനാണ് കർത്താവ് വന്നത്. യേശുക്രിസ്തു വന്നത് അതിനുവേണ്ടി മാത്രമാണ്. പിശാചിൻ്റെ ബന്ധത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന അനേകായിരങ്ങളുണ്ട്, ലക്ഷോപലക്ഷങ്ങളുണ്ട്, കോടാനകോടികളുണ്ട്. ഈ പിശാചിൻ്റെ ബന്ധത്തിൽ അകപ്പെട്ടതുകൊണ്ടാണ് കടം വന്ന് കയറുന്നത്. പാവം മൂലം പിശാചിൻ്റെ ബന്ധം വന്നു, കടം വന്ന് കയറുന്നു. വീട്ടുകാർക്കും കാണുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കയ്യിൽ കിട്ടുന്നത് ഒന്നും തങ്ങുന്നില്ല, ചോർന്നു പോകുന്നു, കൈ ചോർന്നു പോകുന്നു. കൈക്ക് ചോർച്ചയുണ്ടായിട്ടല്ല, ഓരോരോ കാര്യം വരുന്നു. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു, മാർഗം കാണുന്നില്ല, തീർക്കാൻ മാർഗം കാണുന്നില്ല. പിശാച് മനുഷ്യൻ ഇങ്ങനെ പലതരത്തിൽ ഉപദ്രവിക്കുന്നു. വായിച്ചേ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് യെശയ്യാവ് പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. ഹൃദയം തകർന്നവരെ മുറികെട്ടുന്നു. തടവുകാർക്ക് വിടുതലും. തടവിൽ കിടക്കുന്നവർക്ക് മോചനം നൽകുന്നു. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ബന്ധനത്തിലിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുന്നു. യഹോവയുടെ പ്രസാദവർഷവും. ദൈവത്തിൻ്റെ പ്രസാദവർഷം, ദൈവം പ്രസാദിക്കുന്ന കാര്യം അറിയിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. വചനം അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്ക് പ്രതികാരം വരുമെന്നുള്ളത് അവരെ അറിയിക്കുന്നു. ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും. ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുന്നു. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. ദുഃഖത്തിന് പകരം ആനന്ദതൈലവും. ദുഃഖത്തിന് പകരം ആനന്ദതൈലവും. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും. എൻ്റെ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ദൈവം എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജനിക്കുന്ന 750 കൊല്ലം മുമ്പ് യേശുക്രിസ്തുവിനെ അയച്ചത് എന്തിനാണെന്ന് പറയുകയാണ്. വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ
മുൻഗണന ഏതിന് എന്നൊരു പുസ്തകമുണ്ട്. സക്കറിയാപ്പൻ എഴുതിയ പുസ്തകമാണ് മുൻഗണന ഏതിന്. ആ പുസ്തകവും വായിക്കുക. അദ്ദേഹം എഴുതിയ വേറൊരു പുസ്തകമുണ്ട്, ബ്യൂട്ടി ഫോർ ആഷസ്, വെണ്ണീരിന് അലങ്കാരമാല. അതും ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. ബ്യൂട്ടി ഫോർ ആഷസ്. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ 2 പുസ്തകങ്ങളാണ്. മനോഹരമായ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ, ബന്ധനത്തിരിക്കുന്നവരെ മോചിപ്പിക്കാൻ, സ്വാതന്ത്ര്യം തരുവാൻ. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, നിങ്ങൾക്ക് അനേകം ബന്ധനങ്ങളില്ലേ? അനേകം ബന്ധനങ്ങൾ, ചില ഊരാക്കുരുക്കളില്ലേ? ചില കാര്യങ്ങളിലുള്ള നിങ്ങൾക്ക് വിട്ടുമാറാൻ പാടില്ലാത്തതായ ചില ബന്ധങ്ങൾ, ചില ഇഷ്ടങ്ങൾ. ഒരു വാട്സാപ്പ് മെസ്സേജ് കിട്ടി. ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഈ പ്രണയക്കുരുക്കിൽ പെട്ട് നശിക്കില്ല എന്ന് തീരുമാനമെടുത്തു. അപ്പനെയും അമ്മനെയും വേദനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പനും അമ്മയും വേദനിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ വിവാഹം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ പ്രേമത്തിൽ ഞാൻ പിന്മാറി. എനിക്ക് അപകടമൊന്നും വരാതിരിക്കാൻ സാർ എനിക്കിട്ട് പ്രാർത്ഥിക്കണം. ആരാണെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തുടങ്ങി വയ്ക്കരുത്, പ്രേമബന്ധങ്ങൾ തുടങ്ങി വയ്ക്കരുത്, പ്രണയബന്ധങ്ങളിലേക്ക് പോകരുത്. ഇൻഫാച്വേഷൻസ് എന്നൊക്കെ പറയുന്ന നല്ല വാക്കുകളൊക്കെ ഉണ്ട്. ഈ പ്രണയക്കുരുക്കുകൾ വലിയ അപായമാണ്. കുറേ നാൾ പ്രേമിച്ച് കുറേ നാൾ നടന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ നോക്കുമ്പോഴേക്കും വിവാഹം കഴിക്കാൻ അവൾക്ക് സമ്മതമല്ലെന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ആളുകൾ സമ്മതിക്കുന്ന വരുമ്പോൾ അവളെ കൊന്നുകളയുന്നു. എന്തൊരു കഷ്ടം. പത്രത്തിൽ കണ്ടില്ലേ? വിവാഹകാലോചനയായിട്ട് വന്നപ്പോൾ പെൺകുട്ടി എനിക്ക് പറ്റില്ല, വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറയുന്നു. കുറേ നാൾ അവൻ്റെ കൂടെ ജീവിച്ച്, കുറേ നാൾ അവൻ്റെ കൂടെ അങ്ങനെ രസിച്ച് ഒരു അടിച്ചുപൊളി ജീവിതമെന്ന് പറയില്ലേ, അടിച്ചു പൊളിച്ച് ജീവിച്ചു. പിന്നീട് അവൾ വിവാഹത്തിൽ നിന്ന് മാറിയെന്ന് കണ്ടപ്പോഴേക്കും അവൻ ദേഷ്യം വന്നു. അത്രയും സ്നേഹിച്ച പെണ്ണിനെ അവൻ മണ്ണെയോ പെട്രോളോ ദേഹത്തൊഴിച്ചിട്ട് പെട്ടെന്ന് തീ കൊളുത്തി. അവനും മരിക്കുന്നു. അവനും ആത്മഹത്യ. നോക്കൂ, എന്തിന് ഈ അപകടങ്ങളിലേക്ക് പോകണം? എന്തിന്? മക്കളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളിങ്ങനെയുള്ള പ്രണയബന്ധങ്ങളിലേക്കൊന്നും പോകരുത്. ഒരു കാരണവശാലും പോകരുത്. അത് അപകടമാണ്. പ്രേമങ്ങൾ അതെല്ലാം അപകടമാണ്. പ്രേമങ്ങൾ, ഇൻഫാച്വേഷൻസ് എല്ലാം നാശത്തിലേക്ക് വരുത്തുന്നു. ഇന്ന് ബ്യൂട്ടി ഫോർ ആഷസ്, വെണ്ണീറിന് ഒരു അലങ്കാരമാല തരാമെന്നാണ് കർത്താവ് പറയുന്നത്. വെണ്ണീറിലിരുന്ന് കരയുന്ന മനുഷ്യന് അലങ്കാരമാല അണിയിക്കാമെന്ന് കർത്താവ് പറയുന്നു. അതിനുവേണ്ടിയാണ് ക്രിസ്തു വന്നത്. പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെയും അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. അനേക യുവജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്നു. അനേക യുവജനങ്ങൾ നമ്മൾ കൂട്ടായ്മ വരുന്നത് ഇതെല്ലാം കേട്ടാലും പിന്നെയും ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പും SMS മെസ്സേജസും നെറ്റ് ചാറ്റിങ്സും ഇൻ്റർനെറ്റിൽ കിടന്നുള്ള ചീത്ത പടങ്ങളും എല്ലാമായിട്ട് നശിക്കുന്ന അനേകം പേരുണ്ട്. അനേകം കുട്ടികൾ ചീത്ത സൈറ്റിൽ കിടന്ന് നശിക്കുന്നു. അവർ നശിക്കുകയാണ്. അവരറിയുന്നില്ല. അറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിരിക്കും. അവരുടെ ഭാവി തകർന്നു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ബ്യൂട്ടി ഫോർ ആഷസ് തരും. വെണ്ണീറിന് പോലും അലങ്കാരമാല തരും. അലങ്കാരമാല. വെണ്ണീർ ചാരത്തിൽ നിന്ന് അരിഷ്ടതയോടെ വലയുന്ന മനുഷ്യന് അലങ്കാരമാല അണിയിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് പാവത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് മോചനം പ്രാപിക്കാം. മോചനം തരാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനത് എങ്ങനെയാണ് നിങ്ങൾ പറയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോചനം തരാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ എത്ര തവണ പറഞ്ഞു ഇത്. ഒരു കൂട്ടായ്മയും നിങ്ങൾക്ക് മോചനം തരികയില്ല. ഭൂമിയിലെ ഒരൊറ്റ മനുഷ്യന് നിങ്ങൾക്ക് വിടുതൽ തരികയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഭൂമിയിലെ ഒരു മനുഷ്യനെ ആശ്രയിച്ചാലും വിടുതൽ കിട്ടുകയില്ല. വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. യാതൊരുത്തിനും നിങ്ങൾക്ക് വിടുതൽ തരാൻ സാധിക്കുകയില്ല. വിടുതൽ തരാൻ കഴിവുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിവിടെ വരണമെന്നില്ലെന്ന് പറയുന്നത്. വരണമെന്നല്ല, വരണമെന്നില്ല. ഈ രക്ഷ പ്രാപിക്കാൻ ഇവിടെ വരണമെന്നില്ല. ക്രിസ്തു എന്നൊക്കെ വിളിച്ചപേക്ഷിച്ചാൽ മതി. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഭൂസ്യമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് രക്ഷപ്പെടുകയും. ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ. ദൈവമാണ് രക്ഷകൻ. ആ ജീവനുള്ള ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരണം. ക്രിസ്തുവിനെ നിങ്ങൾ കാണണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എത്ര പേര് വന്നാലും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മേന്മയൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ക്രിസ്തു ഉള്ളവരായി തീർന്നാൽ സന്തോഷമാണ്. അത് സമാധാനമാണ്. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തു ഉള്ളവരായി തീർന്നാൽ സന്തോഷം. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച സന്തോഷം. രേഖായിരങ്ങൾ വന്നുകൂടിയാലും പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് അഭിമാനിക്കാനുമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് ഈ കാഴ്ചപ്പാടെല്ലാം തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അർഹതയില്ലാത്ത കാഴ്ചപ്പാടുകൾ കർത്താവ് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷിക്കുകയില്ല, ഒരു മനുഷ്യനെ പാപത്തിന് ബന്ധനം അടിച്ചു തരികയില്ല, നിങ്ങൾക്ക് വിടുതൽ തരികയില്ല. വിശ്വസിക്കൂ. എന്നാലോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ക്രിസ്തുവിനെ കാണുക. ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന ആ രക്ഷകരെ നിങ്ങൾ കാണുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. യേശുവിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ളതായ എല്ലാ തിന്മയും നിങ്ങൾ ദൂരെ വലിച്ചെറിയുക. അകത്തുള്ളതായ നീരസങ്ങൾ, കയ്പുകൾ, വൈരാഗ്യങ്ങൾ, പകകൾ, അസൂയകൾ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ പലതരത്തിലുള്ളതായ ജീവിതത്തിൽ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ പിണക്കങ്ങൾ എല്ലാം വിട്ടുകളയുക. എല്ലാം ആരോടും പിണക്കമില്ലാതാകുക. എല്ലാവരെയും സ്നേഹിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടത്. എങ്ങനെയാണെന്നറിയാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആരോടെല്ലാമാണ് വിരോധമുള്ളത്? തീർന്നു കർത്താവേ, ഞാനിതാ വിരാമം ഇടുന്നു, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇനി വിരോധം വെച്ചുകൊണ്ടിരിക്കുകയില്ല. ആരോടെല്ലാം വേണം? എനിക്ക് എന്നോട് ദ്രോഹം ചെയ്തവരെ വിഷമിപ്പിച്ചവരെല്ലാം വേണം. ഇല്ല, ഞാൻ ഒരിക്കലും പ്രതികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയില്ല. അവർക്ക് നല്ലത് വരട്ടെ കർത്താവേ, അവർക്ക് നല്ലത് വരട്ടെ. ഹൃദയം പറയണം ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആത്മാവിൻ്റെ തീ പകരും. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ സംതൃപ്തരായിത്തീരും, നിങ്ങൾ സമാധാനമുള്ളവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേലുള്ള പിശാചിൻ്റെ കെട്ടുകൾ അഴിയും. പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ തന്നെ ദൈവത്വം പ്രത്യക്ഷനായി. ബദ്ധന്മാർക്ക് വിടുതൽ കിട്ടുന്നു, പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങളെല്ലാവരും പിശാചിൻ്റെ ബന്ധനം അഴിയുന്നവരായിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ഷമിക്കണം, ഞാനല്ല, എൻ്റെ യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പിശാചിൻ്റെ ബന്ധനം അഴിഞ്ഞവരായിത്തീരുക, മോചനമുള്ളവരായിത്തീരുക. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ ബന്ധനത്തിൽ മാറിപ്പോരുക. മാറാം, വേണമെങ്കിൽ മാറാം. വിളിച്ചപേക്ഷിച്ചാൽ മതി. യേശു ക്രിസ്തു വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. ദൈവത്തിനായ ക്രിസ്തു പ്രത്യക്ഷനായത് പിശാചിൻ്റെ കെട്ടുകളെ പൊട്ടിക്കാനാണ്, ബദ്ധന്മാർക്ക് വിടുതൽ നൽകാനാണ്, ബന്ധിതർക്ക് മോചനം തരാനാണ്. ആരെല്ലാം ബന്ധനത്തിലുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭർത്താവുമായി പിണങ്ങുന്നു. പിണങ്ങി ആ പാവം സ്ത്രീ എന്നും തല്ലുകൊണ്ട് വിഷമിച്ച് വീട്ടിൽ പോയി നിൽക്കുന്നു. അവളുടെ അപ്പനും അമ്മയും പറയുന്നു, മോളെ നീ എന്നും തല്ലുകൊള്ളണ്ട, പോരെ, നീ ഇങ്ങോ പോരെ, ഇവിടെ നിൽക്കാം. ഭർത്താവ് പിന്നെ ഇടയ്ക്ക് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവൾ വിഷമിക്കുന്നു. എന്ത് ചെയ്യും? പാവം മനസ്സ് ഉഷ്ണിക്കുകയാണ്. ഭർത്താവിൻ്റെ സ്നേഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഉപദ്രവം സഹിക്കുകയ്യ. പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്നും വീട്ടിൽ ബഹളം, എന്നും ഒച്ചപ്പാട്, മദ്യവെച്ച് വന്ന് കൂത്താടി വന്ന് സാധു സ്ത്രീയെ മർദ്ദിക്കുന്നു. എന്നും മർദ്ദനേറ്റ് പടയുന്നു. അവളുടെ അപ്പനമ്മയ്ക്ക് സഹിക്കുന്നില്ല, അവളുടെ ആങ്ങളമാർക്ക് സഹിക്കുന്നില്ല. അവളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവൻ അവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഊരാക്കുരുക്കൾപ്പെട്ട് ഉലഞ്ഞു വലയുന്നവരാണ് അനേകർ. എന്തെല്ലാം പ്രശ്നങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ ആരെയും നോവിക്കരുത്, ആരെയും തല്ലരുത്, നുള്ളി നോവിക്കരുത്. ഭാര്യയാകട്ടെ ഭർത്താവിനെയാകട്ടെ ആരെയും ഒരിക്കലും വേദനിപ്പിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, ആരെയും വേദനിപ്പിക്കരുത്. ഇവിടെ ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സർവശക്തൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീരാവേദനകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ മനസ്സിലാക്കൂ. ഒരിക്കലും ആരെയും വേദനിപ്പിക്കരുത്, ഒരു കാരണവശാലും ആരെയും ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ഹൃദയത്തിൽ സ്നേഹം മാത്രമായിരിക്കണം. സ്നേഹത്തിൻ്റെ നീർച്ചാലായിരിക്കണം നിങ്ങൾ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം, ആ സ്നേഹം ഇങ്ങനെ ഒഴിഞ്ഞൊഴുകുന്ന ജീവിതം. ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവിന് സ്തോത്രം. എൻ്റെ ജീവനുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞവരായിത്തീരുക. നിങ്ങൾ ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ വിനയപൂർവ്വം ചെന്ന് പറയണം, ക്ഷമിക്കണം കേട്ടോ, ഞാൻ എങ്ങനെയും തന്നുകൊള്ളാം, എന്നോട് ക്ഷമിക്കണം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ മോളെ കെട്ടിക്കാനുള്ള ചെയ്യുന്ന രൂപയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ഞാൻ മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഞാൻ ചെയ്തുകൊള്ളാം, എല്ലാം ഞാൻ തീർത്തുകൊള്ളാം. എനിക്കൊരു മാപ്പ് തരണം, കുറച്ചൊരു സാവധാനം തരണം എന്നേ പറയാവൂ. അല്ലാതെ ഈ കെട്ടിടമൊക്കെ ഞങ്ങൾ പണിതിട്ടുണ്ട്, ഇതൊക്കെ പൊടിച്ചോണ്ട് നോക്കോ, നിങ്ങൾ തന്ന രൂപ ഉണ്ടായി കെട്ടിടമെന്ന് പറയുന്നതൊക്കെ എന്തോരം ഭയങ്കരമായ മഹാപരാധമാണ്. ഈ കെട്ടിടം നിങ്ങൾ കണ്ടില്ലേ, ഈ കെട്ടിടമൊക്കെ പണിത് നിങ്ങൾ തന്ന രൂപ കൊണ്ടാണ്, ഇതൊക്കെ പൊടിച്ചോണ്ട് വയ്ക്കുമെന്ന് പറയുന്നതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരികളെ ദൈവം കരുണ കാണിക്കില്ല, അഹങ്കാരികളെ ദൈവം കരുണ കാണിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാൾ 35 ലക്ഷം രൂപ ഒരാൾ കടം കൊടുത്തു, നിർബന്ധിച്ച് ചോദിച്ചു മേടിച്ചു. ആ രൂപ ആളുടെ മോളെ കെട്ടിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോഴേ പറയുകയാണ്, അത് നീ അങ്ങ് മറന്നു കളഞ്ഞേരെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാമുള്ള ഏറ്റവും ഘോരമായ അപരാധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. ഒന്ന് അനുദവിക്കൂ പ്രിയപ്പെട്ടവരെ, അനുദവിക്കൂ. വന്നുപോയ തെറ്റുകൾ ഏറ്റുപറയൂ. കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണമെന്ന് നിർബന്ധങ്ങൾക്ക് വരൂ. കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം. ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ഞാൻ ദൈവകൃപ ചെയ്ത് ആരും എനിക്കൊന്നും തരാനില്ല കേട്ടോ, ഞാനതുകൊണ്ടല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കൊടുക്കാനുള്ളത് വേഗം കൊടുത്തു തീർക്കുക. ഒട്ടും വൈകരുത്. ഏറ്റവും വേഗം കൊടുത്തു തീർക്കുക. വിനയത്തോടെ നിൽക്കുക, താഴ്മയോടെ നിൽക്കുക.
അത് അഹങ്കാരത്തോടെ സംസാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൂട്ടായ്മയിൽപ്പെട്ട ആളുകൾ വാസ്തവത്തിൽ വചനവിരുദ്ധമായ വഴികളിൽ കൂടെ പോകുന്നു. തെറ്റായ വഴിയാണ്. കൂട്ടായ്മയിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിൽ വരാറുണ്ടെന്നേ ഉള്ളൂ. കൂട്ടായ്മയുടെ അന്തസ്സൊന്നും മനസ്സിലായിട്ടില്ല, കൂട്ടായ്മയുടെ അന്തസ്സാരം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂട്ടായ്മയുടെ ശക്തി എന്തെന്നോ, കൂട്ടായ്മയുടെ ബലം എന്തെന്നോ, കൂട്ടായ്മയുടെ കൾച്ചർ എന്തെന്നോ അറിയാതെ അനേകരിൽ നിന്ന് പിശാചിന് ഇടം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, എളിമ വരണം, താഴ്മ വരണം, വരണം. താഴ്മ. ആരും ഉയരരുത്, ആരും തല ഉയർത്തരുത്. ആർക്കും തല ഉയർത്താൻ പറ്റുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, തല ഉയർന്നാൽ അപകടമാണ്. അഹങ്കാരം വരരുത്. ദൈവത്തിന് സ്തോത്രം. പിശാച് കയറി നിങ്ങളെ ആക്രമിക്കും. അഹങ്കാരം വന്നാൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ആദ്യം വിനയം പഠിക്കുക. വിനയം, ആന്തരികമായി വിനയം വരിക. ഇതിലെല്ലാം പിശാച് അവകാശം പറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അറിയുന്നില്ല, പിശാച് അവകാശം പറഞ്ഞു നിൽക്കുന്നു. എവിടെയും താഴ്മ, എവിടെയും സൗമ്യത, എവിടെയും എളിമ. ദൈവത്തിന് സ്തോത്രം. സിംപ്ലിസിറ്റി, ലാളിത്യം, ലളിതമായ ജീവിതം. ഒരു പൊങ്ങച്ചവും വേണ്ട, ഒരു ആഡംബര പ്രൗഢിയും വേണ്ട. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്നേ ഉള്ളൂ. ആഡംബര പ്രൗഢിയൊന്നും വേണ്ട. വൃത്തിയുള്ള വസ്ത്രം, കഴുകി വെടിപ്പാക്കിയ വസ്ത്രം, അത് ചുവണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ കഴുകിയെടുത്തോളണം. അങ്ങനെ വസ്ത്രം കഴുകി അതാത് സമയത്ത് തന്നെ നിങ്ങൾ വസ്ത്രം കഴുകി ശരിയായി നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം. അല്ലാതെ വലിയ പ്രൗഢിയുള്ള ആഡംബരത്തിൻ്റെ പ്രൗഢിയുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് തോന്നും ഈ മനുഷ്യനൊരു ശുദ്ധഭാവം, ഇയാൾ പഴഞ്ചൻ മനുഷ്യൻ, അങ്ങനെയായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മുഖത്തോട്ടെ. കാലത്തിൻ്റെ സ്പന്ദനം ഉൾക്കൊള്ളാത്ത മനുഷ്യനൊക്കെ പറയും. കാലത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്നില്ല. നല്ലത്. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തപ്പെടട്ടെ. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങളുടെ ആഡംബര പ്രൗഢിയെല്ലാം താഴെ വയ്ക്കൂ. എന്ത് ആഡംബരം, എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഒന്ന് പറയാം, പിശാചിൻ്റെ പ്രവൃത്തികളെല്ലാം അഴിപ്പാൻ തന്നെ ദൈവത്തെ പ്രത്യക്ഷനായി. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, കർത്താവേ, എന്നിൽ പിശാചിൻ്റെ ബന്ധനങ്ങളുണ്ട് എന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം. എന്നിൽ പിശാചിൻ്റെ ബന്ധനങ്ങളുണ്ട്. സാത്താൻ അവകാശം പറയുന്ന ബന്ധനങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഭർത്താവിന് ഞാൻ തൃണവൽ ഗണിച്ചിട്ടുണ്ട്, പുല്ല് പോലെ കണക്കാക്കിയിട്ടുണ്ട്. ഭർത്താവിന് ഞാൻ ഗവനിച്ചിട്ടില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിനെ വിനയപ്പെട്ട് അനുസരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. എനിക്ക് വിനയം വന്നില്ല. എൻ്റെ ഭാര്യയെ സ്നേഹിച്ചില്ല. ആ സാധുവിനെ ഞാൻ വളരെ നിഷ്കരുണമോളെ പരിഹസിക്കുകയും അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുകയും ചെയ്തു. അവളെ ഞാൻ കുറ്റപ്പെടുത്തി, അവളെ ഞാൻ ഒറ്റപ്പെടുത്തി. പറയൂ, നിങ്ങൾ ദൈവത്തോട് പറയണം, എൻ്റെ അപ്പനെയമ്മയെ അനുസരിച്ചില്ല, തെറ്റുകൾ പറ്റിപ്പോയി. നിങ്ങൾ പറയണം, എൻ്റെ മക്കളെ സ്നേഹിച്ചില്ല, അവരുടെ വാത്സല്യം കാണിച്ചില്ല, തെറ്റുപറ്റിപ്പോയി. പറയണം, കർത്താവിനെ കൊണ്ട് ജോലി ചെയ്യുന്നവരെ ഞാൻ ഒറ്റപ്പെടുത്തി. അവരിൽ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അതിന് ഞാൻ വിഘ്നം ഉണ്ടാക്കി, ഞാൻ പ്രശ്നം ഉണ്ടാക്കി. പറയണം, ദൈവമക്കൾ ഓരോരുത്തരും നിങ്ങൾ പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ ഓരോരുത്തരും പറയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എല്ലാവർക്കും നല്ലവനായിരിക്കണം. ദൈവം നോക്കുമ്പോൾ നല്ലവനായിരിക്കണം. ആരെയും ഒറ്റപ്പെടുത്തരുത്. ചിലരെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആരുടെയും കൂട്ടുകൂടരുത്. ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓഫീസിലുള്ള ചിലരെ ഒറ്റപ്പെടുത്തും, അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കും. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ കൂട്ടുകൂടരുത്. നിങ്ങൾ നിഷ്പക്ഷമായി നിൽക്കണം. ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കണം. ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നമ്മൾ തെറ്റിനെ ചെറുക്കണം, തെറ്റിനെ എതിർക്കണം. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നു? നിങ്ങൾ ഓരോ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ യേശു ക്രിസ്തു എഴുന്നള്ളി വരും. നിങ്ങളുടെ അരിയത്ത് വന്ന് കർത്താവിൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. മോനെ, നീ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടു. മോളെ, നീ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടു. നിൻ്റെ ബന്ധനം ഞാൻ അഴിച്ചു തരാം. നിൻ്റെ ഭാരങ്ങൾ ഞാൻ മാറ്റിത്തരാം. നിൻ്റെ ക്ലേശങ്ങൾ ഞാൻ മാറ്റിത്തരാം. നിനക്ക് നല്ലൊരു കാലം തരാം. നല്ലൊരു ആയുസ് നിനക്ക് തരാം. ശുഭകരമായ ജീവിതം നിനക്ക് തരാം. പാവമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം നിനക്ക് തരാം. എന്തോ ഒരു സൗഭാഗ്യം. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്കിന്ന് ലഭിക്കണമേ എന്ന്. ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ അരികത്ത് വന്ന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ തലമേൽ കരം വെച്ച് എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം മാറ്റുന്ന മഹാഭാഗ്യം എനിക്ക് തരണമേ. പിശാചിൻ്റെ കെട്ടുകളെല്ലാം അഴിക്കുന്ന മഹാഭാഗ്യം എനിക്ക് തരണമേ. കർത്താവേ, എൻ്റെ നാവ് കൊണ്ടുവന്ന വാക്കുകളിൽ നിന്ന് പോയി പിഴകൾ ക്ഷമിക്കണമേ. എൻ്റെ കണ്ണ് കൊണ്ടുവന്ന നോട്ടത്തിൽ വന്ന പിഴകൾ ക്ഷമിക്കണമേ. എൻ്റെ ചിന്തയിൽ വന്ന പാകപ്പിഴകൾ ക്ഷമിക്കണമേ. എൻ്റെ വികാരങ്ങളിൽ നിന്ന് പോയ തെറ്റുകൾ ക്ഷമിക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ തിരക്തത്താൽ നീ ഒന്ന് കഴുകണമേ. നിൻ്റെ തിരക്തത്താൽ എൻ്റെ ഈ തലച്ചോറൊന്ന് മുക്കി വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകൾ ആ തലച്ചോറിലേക്ക് വരാതെ വേണം. കർത്താവേ, എൻ്റെ തലച്ചോറ് അത് തിരക്തത്തിൽ മുക്കി പിടിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞത്?
ഭാവനയല്ല, ഇതൊക്കെ സത്യമാണ്. യേശു ക്രിസ്തു തിരുരക്തം വന്ന് നിങ്ങളെ പൊതിയും. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം വന്ന് നിങ്ങളെ കവർ ചെയ്യും, നിങ്ങളെ ആച്ഛാദനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം നിങ്ങൾക്ക് ശുദ്ധീകരണം തരും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ മതിമറന്ന് സ്തുതിക്കാൻ തുടങ്ങും. സ്തുതിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കൂ. സ്തുതിക്കാൻ വകയില്ലേ? സത്യവചനമല്ലേ കേൾക്കുന്നത്, ജീവൻ്റെ ദൂതുകളിലേ കേൾക്കുന്നത്, സ്വർഗത്തിൻ്റെ സന്ദേശമല്ലേ കേൾക്കുന്നത്. നിങ്ങൾ സ്തുതിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ. കർത്താവേ, ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, പൈശാചിക ബാധകൾ മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയൂ, യേശുവിനോട് ഹൃദയം തുറന്ന് പറയൂ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയൂ, യേശുവേ, ഇനിമേൽ പിശാചിന് അവകാശമുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പറയൂ പ്രിയപ്പെട്ടവരെ, ഇനിമേൽ പിശാചിന് അവകാശമുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കുകയില്ല കർത്താവേ. ഞാൻ കരുതലോടെ നിന്നുകൊള്ളാം കർത്താവേ. ഒരു സെക്കൻഡ് പോലും അലക്ഷ്യമായി വലസമായി നിൽക്കുകയില്ല കർത്താവേ. എൻ്റെ ഓരോ നിമിഷങ്ങളും വിലയേറിയതാണെന്ന് ഞാൻ കണ്ടുകൊണ്ട് കർത്താവേ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവമായി കൊടുക്കുന്നവരെ ഈ സ്തുതിയിൽ പങ്കുചേരുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സ്തുതി നിങ്ങളുടെ മേൽ ഡിച്ചിറങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മേൽ പറന്നിറങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ഹല്ലേലൂയ. നാം അട്ടഹസിച്ച് പറയണം, പിതാവ് പുത്രനും പരിശുദ്ധനുമായും വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു, ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. വചനം കൈക്കൊണ്ടവരെല്ലായിടത്ത് ഉത്തരം വെച്ചതിനായി സ്തോത്രം. എല്ലാവരെയും നാഥ നിന്റെ തിരക്തം ആകർഷിച്ചതിനായി സ്തോത്രം. സ്വർഗീയ മഹിമയിലേക്ക് എല്ലാവരെയും ആകർഷിച്ച് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമീൻ. സ്തോത്രം.